എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ടെൻസ് പഠിക്കുകയാണ്. ടെൻസ് ഒക്കെ നിങ്ങൾ ഒത്തിരി തവണ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും. എനിവേ നമ്മളിന്ന് അതിനെ ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് മനസ്സിലാക്കി പോവുകയാണ്. വേഗത്തിൽ പോകുമ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് ചോദിച്ചു പോകണം, മടിയൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ടെൻസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടെൻസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. അത് കൂടാതെ ഒറ്റ പരീക്ഷ തന്നെ 4-5 ചോദ്യത്തിന് ഉത്തരം വരെ കിട്ടാൻ ടെൻസ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ടെൻസ് മറ്റ് ഗ്രാമറുകൾ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി കൂടിയാണ്. അതുകൊണ്ട് ടെൻസിനെ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ കാണേണ്ടതുണ്ട്. ശ്രദ്ധിച്ചിരുന്നാൽ ഈ വിഭാഗത്തു നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എല്ലാവരും റെഡി അല്ലേ? എന്നാ പിടിച്ചോളൂ. ടെൻസുകൾ ഇംഗ്ലീഷിൽ 12 എണ്ണം ഉണ്ട്. 4-4-4, അതായത് പ്രസൻറ്റ് 4, പാസ്റ്റ് 4, ഫ്യൂച്ചർ 4. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്, എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 12 ടൈപ്പ് ടെൻസുകളുണ്ട്. അതിൽ ആദ്യത്തെ ടെൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്, ഡൂഡസ്, വെർബ് ഈ രൂപത്തിൽ എഴുതുന്ന സെന്റൻസുകളാണ്. അതായത് ഇംഗ്ലീഷിൽ കുറേ ഓക്സിലറി വെർബുകളുണ്ട്. ഈ ഓക്സിലറി വെർബുകളിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം, ഈസ്, ആം, ആർ, ഡു, ഡസ്. ഓക്കെ, ഡു, ഡസ്. പിന്നെ ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ പ്രിൻഷ. ആ മൈക്ക് ഒന്ന് ഓണാക്ക് പ്രിൻഷ. പ്രിൻഷ, തമാശ കളിയാ നടക്കൂല പ്രിൻഷ, അങ്ങ് രംഗത്തേക്ക് വാ. വെറുതെ എരുമ ശിഷ്യന്മാരാന്ന് പറഞ്ഞ് നിന്നാന്നും ശരിയാവില്ല കേട്ടോ. പ്രിൻഷ വന്നില്ല? പിന്നെ നമ്മളെ മേരീനെ തന്നെ നമ്മൾ വിളിക്കാൻ പോവാണേ. മേരിയെ, മേരി രേഷ്മ. കേൾക്കാമോ സാർ? ആ, കേൾക്കാം. ഇംഗ്ലീഷിലെ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാ മേരി? ഈസ്, ഡു, ഡിഡ്, ഡാസ്, ഡിഡ്. ഇവരുടെ ചേട്ടനാണ് ഡിഡ്, ഡൂഡസിന്റെ ചേട്ടൻ. ഓക്കെ, പിന്നെ ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, മേ. അത് നമുക്കിപ്പോ വേണ്ടത് മോഡൽ. അതിനെ എന്താ, മേ, മൈറ്റ് കൂട്ടിനൊക്കെ മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയാ. നമുക്ക് സിമ്പിൾ ഓക്സിലറി വെർബുകളാണ് വേണ്ടത്. ഡു, ഡസ്, ഡിഡ്, ഈസ്, ഹാവ്, ഹാഡ്. ഇത് കൂടാതെ വില്ലും ഷാളും മോഡലാണ്. ഇത്രയും കൂടി നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഓക്സിലറി വെർബുകൾ. ഓക്കെ, ഈ ഓക്സിലറി വെർബുകൾ എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള പഠനമാണ് ടെൻസിന്റെ പഠനം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഏതൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡു, ഡസ് ആണ് ഉപയോഗിക്കുക അല്ലേ? ഓക്കെ, താങ്ക് യു രേഷ്മ. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, വെൽക്കം. പ്രിൻഷ കിട്ടുന്നില്ല എന്നാണോ? ഞാൻ അവിടുന്ന് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അവിടെ അക്സെപ്റ്റ് ചെയ്താൽ പോരായിരുന്നോ? കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡു, ഡസ് എന്ന് പറയുന്ന 2 ഓക്സിലറിയാണ് ഇവിടെ ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു, സിംഗുലർ ആണെങ്കിൽ ഡസ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്ലൂറൽ ആണെങ്കിൽ ഡു, സിംഗുലർ ആണെങ്കിൽ ഡസ്. ഇപ്പോൾ ഉദാഹരണം, ദേ പ്ലൂറലാണ്, ദേ ഡു വർക്ക്, അവർ ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ ദേ ഡു വാക്ക്, അവർ നടക്കുന്നു. ദേ ഡു വാക്ക്, അവർ നടക്കുന്നു. ദേ ഡു വാക്ക് എന്ന് പറഞ്ഞാൽ അവർ നടക്കുന്നു. ശ്രദ്ധിക്കുക, ദേ ഡു വാക്ക്, അവർ നടക്കുന്നു. അത് ഒരാളാണെങ്കിലോ ഹി ഡസ് വാക്ക് എന്നാണ് വരിക. അപ്പൊ ഇവിടെ പ്ലൂറൽ ആണെങ്കിൽ ഡു, ഇവിടെ സിംഗുലർ ആണെങ്കിൽ ഡസ്. പക്ഷെ ഇതിൽ കുഴപ്പമുണ്ട്, യുവും അതുപോലെ ഐയും സിംഗുലർ ആണെങ്കിലും അതിൻ്റെ കൂടെ ഡു ഉപയോഗിക്കാം.
യു ഐ അതിൻ്റെ കൂടെ ഡു ആണ് ഉപയോഗിക്കുക, ഡസ് ഉപയോഗിക്കില്ല. ഓക്കെ, കാര്യം പിടുത്തം കിട്ടിയല്ലോ. സൂര്യ പിടുത്തം കിട്ടിയാ? അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വാ. അപ്പോൾ യു ഐ വി അതുപോലെയുള്ള പ്ലൂറൽസുകളുടെ കൂടെ ഒക്കെ നമ്മൾ എന്താ സൂര്യ ഉപയോഗിക്കുക? ഡു ഉപയോഗിക്കുക അല്ലേ? സിംഗുലറിന്റെ കൂടെ എന്താ ഉപയോഗിക്കുക? ഡസ് ആണ് ഉപയോഗിക്കുക. സൂര്യ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. ദേ ഡു വാക്ക് എന്നതിന്റെ മലയാളം അറിയോ? അവർ നടക്കുന്നു. അവർ നടക്കുന്നു. അപ്പോ ഹി ഡസ് വാക്ക് എന്ന് പറഞ്ഞാലോ? അവൻ നടക്കുന്നു. അവൻ നടക്കുന്നു അല്ലേ? യെസ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ടെൻസിന്റെ ഒരു പ്രത്യേകതയാണ്, ഡു വാക്ക് നമ്മൾ സാധാരണ പറയാറില്ലല്ലോ, ദേ വാക്ക് എന്നല്ലേ പറയാറുള്ളൂ. യെസ്. അപ്പൊ നമ്മൾ അതിനെ ചുരുക്കിയിട്ടാണ് പൊതുവെ പറയാറ്. ഈ ഡൂനെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കും. അപ്പൊ ഈ ഡു ചെറിയൊരു വാക്കായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പുറകിൽ ഒളിപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും കാണൂല. അതുകൊണ്ട് നമ്മൾ അത് എങ്ങനെ പറഞ്ഞാൽ മതി? ദേ വാക്ക്. അപ്പൊ ദേ വാക്ക് എന്ന് പറയുമ്പോ ഈ വാക്കിന്റെ ഉള്ളിൽ ആരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡു. ഏതൊരു വെർബും തനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ആരുണ്ട്? ഡു ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഗോ എന്ന് പറഞ്ഞാല് അതിനൊന്ന് പിരിച്ചെഴുതിയേ ഡു പ്ലസ് ഗോയാണ് അല്ലേ? എന്നാൽ ഗോസ് എന്നാണെങ്കിലോ? ഡസ് പ്ലസ് ഗോ. അതായത് നമ്മൾ ഈ ഡസ്സിനെ ഇതിന്റെ പുറകിൽ ഒളിപ്പിക്കുമ്പോൾ ഇത് ഇത്തിരി നീട്ടം കൂടുതലുള്ളതുകൊണ്ട് അതിന്റെ എസ് പുറത്തേക്ക് നിൽക്കും, വാക്സ് എന്ന് വരും. അപ്പോൾ ഹി വാക്സ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ദേ വാക്ക് എന്ന് പറഞ്ഞാൽ മതി. രണ്ട് രീതിയിലും പറയാം, രണ്ടും ശരിയാണ് കേട്ടോ. ഡു പുറത്തേക്ക് വെച്ചിട്ടും പറയാം, ഉള്ളിൽ വെച്ചിട്ടും പറയാം. ഡസ് പുറത്തേക്ക് ഇട്ടിട്ടും പറയാം, ഉള്ളിൽ വെച്ചിട്ടും പറയാം. ഓക്കെ. സൂര്യക്ക് വേറെ ഡൗട്ട് ഉണ്ട് ഇതിനകത്ത്? ഇല്ല സർ. ഇല്ല. അങ്ങനെയാണെങ്കിൽ സൂര്യ അവിടെ നിൽക്കൂ. പിന്നെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെൻസ് ഏതാ? ഒന്നാമത്തെ ടെൻസ് സിമ്പിൾ പ്രസന്റ്. അതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാ? ഡു ഡസ്. ഓക്കെ. അപ്പൊ ഇതാണ് ഡു ഡസിന്റെ ബേസിക് റൂള്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പരീക്ഷയുടെ ആംഗിളിലൂടെയാണ്. പരീക്ഷയിൽ മാർക്ക് കിട്ടണമെങ്കിൽ ഈ ഡു ഡസ് വെച്ചിട്ട് പറയുന്ന സെന്റൻസുകൾ ചില പ്രത്യേക ഇടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ആ റൂൾസ് പഠിക്കാൻ പോവാ. ഒന്ന് വായിച്ചേ. ടു ഷോ ഹാബിച്വൽ ആക്ഷൻ. എന്താ അത് സംഗതി എന്ന് പറഞ്ഞേ? പതിവിനെ കാണിക്കുന്നത്, പതിവിനെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും. ഹാബിച്വൽ ആക്ഷൻസ്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഐ ഗെറ്റപ്പ് അറ്റ് 5 AM ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഗെറ്റപ്പ് എന്ന് പറഞ്ഞ വാക്കിൽ ഇതിനുള്ളിൽ ഏത് ഓക്സിലറി ഉള്ളത്? ഡു. ഇത് ഡു പ്ലസ് ഗെറ്റപ്പ് എന്നാണ് അല്ലേ? യെസ്. ഷീ യൂഷ്വലി അവിടെ നിന്നൊക്കെ നിന്നോട്ടെ, പതിവായിട്ടെന്ന് വന്നിട്ട് ആഡ് ചെയ്ത് വെച്ചാണ്. ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അവള് സ്ഥിരമായ സ്കൂളില് ബസ്സിലാണ് പോണത്. ഈ ഗോസിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ഡസ് അല്ലെ? ഡസ് പ്ലസ് ഗോ. സംഗതി പിടുത്തം കിട്ടിയല്ലോ. ഓക്കെ. എനിവേ നമ്മൾ എവിടെയാ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക? ഒന്നാമത്തെ പോയിന്റ് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ടു ഷോ ഹാബിച്വൽ ആക്ഷൻ. യെസ്. 2 ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്. പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയാൻ. എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ തിരികെ ചെയ്യുന്നത്. അത് സ്ഥിരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. അതൊരു പൊതുവായ സത്യമല്ലേ? അതെ. അപ്പൊ 2 സ്ഥലങ്ങളായി ഇപ്പൊ പറഞ്ഞു. ഏതൊക്കെ 2 പോയിന്റ് ഒന്ന് പറഞ്ഞ സൂര്യ? ടു ഷോ ഹാബിച്വൽ ആക്ഷൻ, ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സൂര്യ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ വിളിക്കാം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. ഇനി 3 ടു എക്സ്പ്രസ് സയന്റിഫിക് ഫാക്ട്സ് ഓർ പെർമനന്റ് ട്രൂത്ത്. ശാസ്ത്രീയമായ സത്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിൽ കട്ട പിടിക്കുന്നു. ദ വുഡ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. തടി വെള്ളത്തിലിട്ടാൽ അത് പൊന്തിക്കിടക്കുന്നു. അങ്ങനെയുള്ള പൊതുസത്യങ്ങൾ, നാച്ചുറൽ ട്രൂത്ത്സ്, പെർമനന്റ് ട്രൂത്ത്, സയന്റിഫിക് ഫാക്ട്സുകൾ നമ്മൾ പറയുമ്പോൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാറുള്ളത്. 4ാമതായിട്ട് ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഇസ് പ്ലാൻഡ് ഓർ അറേഞ്ച്ഡ്. ശ്രദ്ധിക്കണേ, നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്.
എന്നിട്ട് പറയാണ് ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ വേണ്ടിയല്ലേ ഫ്യൂച്ചർ ടെൻസ് ഉള്ളത്. പിന്നെന്തിനത് ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കും? ലിൻസി എങ്ങനെ? മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാൻ. അത് നമ്മൾ മലയാളത്തിലും അങ്ങനെ തന്നെ പറയാറില്ലേ? ഇപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മൾ ശരിക്കും നാളെ നമ്മളെ പ്രിൻഷ പറയാണ്, നമ്മൾ പ്രിൻഷ നാളെ ഇങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പ്രിൻഷ വരും അല്ലേ? അങ്ങനെയല്ലേ ഞാൻ മലയാളത്തിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പറയുന്നത് പ്രിൻഷ നാളെ വരും. ഇത് ഫ്യൂച്ചറാണ്. ഇന്ന് ഇതേ സംഗതി എനിക്ക് മലയാളത്തിൽ തന്നെ വേറൊരു ബുദ്ധി പറയാം. പ്രിൻഷ നാളെ വരുന്നു. പറഞ്ഞേ, പ്രിൻഷ നാളെ വരുന്നു. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയാറില്ലേ? പ്രിൻഷ നാളെ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രസന്റ് അല്ലേ? എന്നിട്ടും നമ്മൾ പറയും നാളെ വരുന്നു എന്ന് പറഞ്ഞ പോലെ എന്താ ഇംഗ്ലീഷുകാർക്ക് പറഞ്ഞൂടെ? മലയാളംകാർക്ക് മാത്രം പറഞ്ഞാൽ മതിയോ? അപ്പൊ പ്രിൻഷ വരും എന്നുള്ളതിന് പ്രിൻഷ വിൽ കം എന്നാണ് പറയേണ്ടത് ഫ്യൂച്ചറിൽ. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു? പ്രിൻഷ ഡസ് കം, അതായത് കംസ് ടുമോറോ. പ്രിൻഷ വിൽ കം ടുമോറോ. പ്രിൻഷ കംസ് ടുമോറോ. അതാണ് സംഗതി. മനസ്സിലായോ? നടക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ആക്ഷനെ അത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഈ ടെൻസിൽ പറയാം. ഹി ഗോസ് എബ്രോഡ് നെക്സ്റ്റ് മന്ത്. അദ്ദേഹം അടുത്ത മാസം വിദേശത്തേക്ക് പോകുന്നു. പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് കേരള നെക്സ്റ്റ് മന്ത്. പ്രധാനമന്ത്രി അടുത്ത മാസം കേരളം സന്ദർശിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ 12ൽ ഒരു ടെൻസ് പഠിച്ചു. 12 ടെൻസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടെൻസ് ഇതാണ്, പഠിക്കാൻ ഏറ്റവും ടഫായിട്ടുള്ളത്. അത് കഴിഞ്ഞു. അപ്പോൾ ഓപ്ഷനിൽ 2 പേര് വന്നു, 2 പേരില്ല. ഒരു ചോദ്യത്തിന് 2 ഉത്തരം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ 2 മാർക്ക് വരാൻ പറ്റുമോ? 2 മാർക്ക് ബേസ് ചെയ്യല്ലോ. പിന്നെന്തിനാ 2 ഉത്തരം? അപ്പൊ 2 ഓപ്ഷൻ ഇടുവോ? പ്രിൻഷ? ഇടില്ല. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാം. ഇപ്പം തന്നെ ചോദിക്കാം. സ്റ്റേജിലേക്കുള്ള ഓപ്ഷൻ അമർത്തുക. ബിക്കോസ് നിങ്ങൾ ഈ 12 ടെൻസ് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇപ്പോൾ ചോദ്യം തരും എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളത്. കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ പറഞ്ഞു തരണം. റസീന നന്നായി പഠിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം മാർക്ക് ഉണ്ടോ? എന്താ അങ്ങനെ മാർക്ക് കുറഞ്ഞു പോയത്? ചില അശ്രദ്ധ ഉണ്ടാവും. കാരണം അറിയാം, റസീനയ്ക്കൊക്കെ എല്ലാ ചോദ്യത്തിനും ഉത്തരം അറിയാമെന്ന് എനിക്കറിയാം. എന്നിട്ടും വെറുതെ തെറ്റിച്ചിട്ടുണ്ടല്ലോ. 37 പേരുടെ മാർക്കും ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. 10 ചോദ്യം തന്നിട്ട് പിന്നെ തെറ്റിക്കാൻ പാടുണ്ടോ? ഒരെണ്ണമൊക്കെ ഞാൻ അങ്ങ് വിട്ടുതരാം. 9 മാർക്ക് എന്തായാലും കിട്ടേണ്ടതായിരുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആതിര ആ മൈക്ക് രേഖയ്ക്ക് സംശയം ഉണ്ടോ? രേഖ ആതിര മൈക്കോണാക്ക്. രേഖ മൈക്കോണാക്ക്. ആരാണ്? ആരെങ്കിലും ഒരാൾ വാ. ഇല്ല. അശ്വതി മൈക്കൊന്നോളാക്ക്. ചോദിക്കട്ടെ. മൈക്ക് ഓണാക്കുക അശ്വതി. അശ്വതി ഓക്കെ അല്ലേ? ഹലോ സർ. അശ്വതി, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 4 ഇടങ്ങൾ ഏതൊക്കെയാണ്? പ്രപഞ്ച സത്യം പറയാൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, പിന്നെ ഹാബിച്വൽ ആക്ഷൻ, ഫ്യൂച്ചർ നടക്കുന്ന മുൻകൂട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും. പിന്നെ സയന്റിഫിക് ആയിട്ട്
തെളിഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ആ ഫാക്ട്, സയന്റിഫിക് ഫാക്ടുകൾ അല്ലേ, ശാസ്ത്രീയ സത്യങ്ങൾ. ശാസ്ത്രീയ ഓക്കെ, കാര്യം മനസ്സിലായോ? അശ്വതിക്ക് ഈ മേഖലയിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. നോ. ഇല്ല. ഇല്ലെങ്കിൽ അവിടെ നിൽക്ക്, വെറുതെ ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾ അങ്ങനെ കൂടില്ല. തെളിവ് വേണം. ചോദ്യം 1ന്റെ ഉത്തരം പറഞ്ഞു തരണം. മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവറി ഡേ. ഇത് LDCയുടെ ചോദ്യമാണ് 2016. ഹാസ് റിട്ടൺ, ഈസ് റൈറ്റിംഗ്, റൈറ്റ്സ്, റോട്ട്. ഈസ് റൈറ്റിംഗ്. മിസ്റ്റർ ജോൺ ഈസ് റൈറ്റിംഗ്. അശ്വതി, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡൂവും ഡസ് അല്ലേ പഠിച്ചിട്ടുള്ളൂ, ഇസ് പഠിച്ചിട്ടുണ്ടോ? സോറി സർ. എവിടെ പടി? റൈറ്റ്സ്. നമ്മളിപ്പോ പഠിച്ച ടെൻസിൽ വെറും ഡൂവും ഡസ് അല്ലേ ഉള്ളൂ, സിമ്പിൾ പ്രസന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി തെറ്റിടാം, ഓപ്ഷൻ എ തട്ടിക്കളയാം. പിന്നെ നമ്മുടെ മുമ്പിൽ സിയും ഡിയും ഉള്ളത്. റൈറ്റ്സ്. വെരി ഗുഡ്. ഏതാണ്? റൈറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ് ഇത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലായത്? എങ്ങനെയാ? സിംഗുലർ. എവരിഡേ ഉണ്ട് അല്ലേ? എവരിഡേ, യൂഷ്വലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അല്ലെ? അപ്പോ പതിവായി ചെയ്യുന്ന ഹാബിച്വൽ ആക്ഷൻസ് ഏത് ടെൻസാ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഏത് ഓക്സിലറി ഉപയോഗിക്കാം? ഡു ഡസ്. അപ്പൊ സിംഗുലർ, ജോൺ ഒരാളേ ഉള്ളൂ, അപ്പൊ ഏതാ? ഡസ്. അപ്പൊ റൈറ്റ്സ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ അശ്വതി. The Prime Minister tomorrow inauguration function. അശ്വതി എവിടെ ഇരിക്കുന്നത്? വീട്ടിലാണോ? അല്ല, ക്ലാസ്സിലാണ്. ഓക്കെ. The Prime Minister does tomorrow to inaugurate the function. Option A, arrives. Good. എന്തുകൊണ്ടാണ് arrives വന്നത്? What is the reason? മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ ഉണ്ടാവില്ല. ടുമോറോ ഇനാഗുറേഷൻ, അത് അപ്പൊ അത് സിമ്പിൾ പ്രസന്റിൽ വരുന്നത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്, മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ട് അല്ലേ? അപ്പൊ അദ്ദേഹം സംഭവം നാളെ വരുന്നതെങ്കിലും അത് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചത്. അതുകൊണ്ട് ഇത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. അതുകൊണ്ട് arrives. അപ്പൊ ക്ലാസിന്റെ ഇടയിൽ ക്ലാസ് നടക്കുന്നില്ല ഇപ്പോ? ഇല്ല, കമ്പൈൻ സ്റ്റഡിക്ക്. അപ്പൊ കൂട്ടുകാരൊക്കെ അടുത്തിരിക്കണ്ടോ? അപ്പുറൊക്കെ ഉണ്ട്. ആണോ? ഒറ്റയ്ക്കാണോ ക്ലാസ് കാണുന്നേ? ഒറ്റയ്ക്കാണ്. വീട്ടിൽ നിന്ന് പഠിക്കാൻ കഴിയാത്തോണ്ട് ക്ലാസ്സിന് വന്നത്. വെരി ഗുഡ്. എനിക്ക് ആ വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ക്ലാസ്സിലൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, എന്തായാലും സന്തോഷം അശ്വതി. നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ സർ. ഇനി മൂന്നാമത്തത്, ഹി ഡാഷ് ടീ എവറി മോർണിംഗ്. എല്ലായ്പ്പോഴും ചെയ്യുന്ന ഡ്രിങ്ക്സ്. He drinks tea every morning. Drinks. അല്ലേ? കാരണം എവറി മോർണിംഗ് ഹാബിച്വൽ ആക്ഷൻ ആണെന്ന് മനസ്സിലായി അല്ലേ? സത്യസന്ധമായിട്ട് അശ്വതിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ? ഇല്ല. നോ സർ. ഉണ്ടെങ്കിൽ ചോദിക്കണം, ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ ഓക്കെ. താങ്ക്സ് എ ലോട്ട്. ഓക്കെ സർ. മേരി, രേഷ്മയ്ക്ക് എന്താ ഡൗട്ടുള്ള? സൂര്യക്ക് എന്താ സംശയം ഉണ്ടോ? സാർ ചോദിച്ചോ. സാർ, ഇപ്പം അറൈവും ഉണ്ട് അറൈവ്സും ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ. അപ്പൊ നമ്മൾ അതെങ്ങനെയാ കണ്ടുപിടിക്കുന്ന? ഇപ്പൊ ഡൂൺ ഡസും വരത്തില്ലേ അപ്പൊ സിമ്പിളില്? അപ്പം നമ്മൾ അതെങ്ങനെയായിരിക്കും മനസ്സിലാക്കുന്നത്? പ്രൈം മിനിസ്റ്റർ എത്ര ആളുണ്ട്? ഒരാളാകുമ്പോ ഡു പറ്റൂല. ഓക്കെ സാർ, അത് ഇവിടെ യെസ് കണ്ടോ? അതുകൊണ്ട് ഇതിനുള്ളിൽ ഡസ് ഉള്ളത്. സിംഗിളിന്റെ കൂടെ ഡസ് ആണ്. പ്രൈം മിനിസ്റ്റർ ഒരാളേ ഉള്ളൂ. വെൽക്കം. അടുത്ത ആർക്ക് എന്താ ഡൗട്ട് ഉള്ളത് ചോദിച്ചോ. സർ, നമ്മള് ഈ ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമോ? തോക്കി കയറി വെടിവെക്കാൻ ആരാ പറഞ്ഞത്? അല്ല സർ, അത് എവിടെയോ ING വെച്ചിട്ട് ആരാണത് പറഞ്ഞത്? എവിടെയോ കണ്ടതുപോലെ ഒരു സംശയം. ആണോ?
കണ്ടിട്ടുണ്ടെങ്കിൽ സത്യമാണ് കേട്ടോ. ഞാനത് ഡിസ്കസ് ചെയ്യും. ഞാൻ അടുത്ത പോയിന്റ് അതാണ് പറയാം കേട്ടോ. ഓക്കെ സർ. ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പോൾ ഇനി ആർക്കും വേറെ ഡൗട്ടൊന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, 12 ടെൻസ് പഠിക്കണം. വളരെ പെട്ടെന്ന് കടന്നു പോകണം 12 എണ്ണവും. രണ്ടാമത്തെ ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രത്യേകത ഈസ് ആം ആർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈസ് ആം ആർ എന്ന് പറയുന്ന ING ആണ് നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഏതാ ഉപയോഗിച്ചത്? നിങ്ങൾക്കറിയാലോ, സിമ്പിൾ പ്രസന്റിൽ ഡൂഡസ്. എന്നാൽ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ്, ആം ആൻഡ് ആർ ആണ്. അതിൻ്റെ കൂടെ ഒരു ING വെർബ് കൂടെ ഉപയോഗിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. വെർബിൻ്റെ ഈസ് ആം ആർ പ്ലസ് ING എന്നാ പറയാ. സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ ഈസ്, കൂടുതലുണ്ടെങ്കിൽ ആർ. ഇപ്പോൾ ഹീ ഈസ് ഗോയിങ്. അത് കുറെ ആളുണ്ടെങ്കിൽ ദേ ആർ ഗോയിങ്. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുക യു ആണ്, പിന്നെ ഐ ആണ്. ഐൻ്റെ കൂടെ ആം ആണ്, ഐ ആം. ഈ ആം ഐൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. യു ഇതിൽ പ്ലൂറലായിട്ടാണ് പരിഗണിക്കുക. യു ആർ ഗോയിങ് ആണ് വരിക, യുവിൻ്റെ കൂടെ ആർ. സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നുള്ളൂ. ആർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, മെസ്സേജ് ആയിട്ട് ചോദിക്കാം. അതർവൈസ് യു ക്യാൻ കം ടു ദ സ്റ്റേജ് ആൻഡ് ആസ്ക് ഡയറക്ട്ലി. ഓക്കെ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഡൗട്ടുകൾ അപ്പോൾ ക്ലിയർ ചെയ്ത് പോവുക. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് ഈസ് ആം ആറിൻ്റെ പ്രത്യേകത. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഹീസ് ഗോയിങ് എന്ന് പറയുമ്പോൾ അവൻ പോവുകയാണ്, ദേ ആർ ഗോയിങ് അവർ പോവുകയാണ്, ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ്. നമ്മൾ പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യം. ഞാൻ പഠിപ്പിക്കുകയാണെന്ന് എങ്ങനെ പറയാം? ഞാൻ പഠിപ്പിക്കുകയാണ് എങ്ങനെ പറയാൻ പറ്റുക? മേരി രശ്മി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്. I am teaching. I am teaching. ദീപ പഠിക്കുകയാണ്. I am teaching. ദീപ ആമാണോ? ഈസ് ആം ആറിലേതാ വരിക? ആം വരില്ലല്ലോ. ആം ഐൻ്റെ കൂടെ മാത്രമല്ലേ വരുള്ളൂ. Deepa is learning. യെസ്, ദീപ ഈസ് ലേണിംഗ് അല്ലെങ്കിൽ സ്റ്റഡിങ്. ദീപ ഈസ് സ്റ്റഡിങ്, ദീപ ഈസ് ലേണിംഗ്. സറീന ചിരിക്കുകയാണ്. Serena is laughing. സെറീന ഈസ് ലാഫിംഗ്. സെറീന ഈസ് അല്ലെ പുഞ്ചിരിക്കുകയാണ്, സ്മൈലിംഗ്. അപ്പൊ സെറീന ഈസ്, ദീപ ഈസ്. ഇനി ആൺകുട്ടികൾ പഠിക്കുകയാണ്. Boys are studying. ബോയ്സ് ആർ സ്റ്റഡിങ്. ബോയ്സ് ആയതുകൊണ്ട് ആർ അല്ലേ? ഓക്കെ. Yes. അപ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുക വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് അത് ഞാൻ പറയും. ഐ എം ടീച്ചിങ്. ആ നടക്കുന്ന സമയത്തുള്ള തുടർച്ചയായ കാര്യങ്ങൾ പറയാനാണ് ഈ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. Okay. Thank you, sir. അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇനി പരീക്ഷയുടെ ആംഗിളിലൂടെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഈസ് ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അതാണ് ഞാൻ പറഞ്ഞത്. പറയണ സമയത്ത് നടക്കണ കാര്യം, ഇൻ പ്രോഗ്രസ്സിലുള്ള കാര്യം, പറയണ സമയത്ത് നടക്കണ കാര്യം. ഇപ്പം ഞാൻ പഠിപ്പിക്കുകയാണെന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന കാര്യമാണ്. സോ ദിസ് ഐ ആം ടീച്ചിങ്, യു ആർ സ്റ്റഡിങ്, ഐ ആം ടീച്ചിങ്, യു ആർ സ്റ്റഡിങ്. പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യം ഇൻ പ്രോഗ്രസ്സിലുള്ള കാര്യമായിരിക്കും. ഐ ആം സ്റ്റഡിങ്, ഐ ആം ടീച്ചിങ്. ഇംഗ്ലീഷ് ഗ്രാമർ. നൗ ഇവിടെ എപ്പോഴും നവ് ഉണ്ടാവാറുണ്ട് പൊതുവേ. അപ്പം നവ് ഇവിടെ ഒരു ക്ലൂ വേർഡ് കൂടിയാണ്, ശ്രദ്ധിക്കുക. നവ് കണ്ടാൽ അത് ഏത് ടെൻസാ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണ്, ഐ ആം ടീച്ചിങ് നൗ. നവ് ഉണ്ടെങ്കിൽ അത് വേറെ ഒരു ടെൻസും അല്ല, കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെ ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായി നമ്മൾ പറയാൻ പോണത് ഇൻ പ്രോഗ്രസ്സിലുള്ള പറയുന്ന സമയത്ത് നടക്കണ കാര്യം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഇസ് ഇൻ പ്രോഗ്രസ്,
at the time of speaking. ഇനി 2, to indicate a future action which is planned or arranged. മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, ഒരു ഫ്യൂച്ചർ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്? ഇതാണ് നേരത്തെ നമ്മളോട് ആരോ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആരാ ചോദിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, തോക്ക് കയറിയിട്ട് വെടിവെക്കുകയാണെന്ന് ചോദിച്ചില്ലേ? സൂര്യ ചോദിച്ചേ? അതാണിത്. To indicate a future action which is planned or arranged. മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ ടെൻസ് ഉപയോഗിക്കാം. വി ആർ ഗോയിങ് ഓൺ പിക്നിക് ടുമോറോ. ഞങ്ങൾ നാളെ പിക്നിക്കിന് പോവുകയാണ്. ദേ ആർ ഗോയിങ് ടു മുംബൈ ടുമോറോ. അവർ നാളെ ബോംബെക്ക് പോവുകയാണ്. ഞാനിപ്പോ ഇവിടെ മലയാളത്തിൽ 3 സെന്റൻസ് എഴുതാം. സൂര്യ നാളെ വരും. 2, സൂര്യ നാളെ വരുന്നു. 3, നാളെ വരികയാണ്. സ്മിത മൈക്കൊന്ന് ഓണാക്ക്. സ്മിത മൈക്കൊന്ന് ഓണാക്ക്. ധൈര്യമില്ല? രേഖ, പ്രിൻഷ, ധൈര്യമുണ്ടെങ്കിൽ വാ. ആർക്കാ ധൈര്യമുള്ളത്? പരുവിൻ. സൂര്യ കേൾക്കുന്നുണ്ടോ? റസീന, പ്രിൻഷ കേൾക്കുന്നുണ്ട്. എന്നാ സൂര്യ ഒരു മിനിറ്റ്, നമ്മളെ പ്രിൻസ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സൂര്യനോട് ചോദിക്കാം. സൂര്യനെ ഞാനൊന്ന് സൈലന്റ് ആക്കി വെക്കാം, മ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പ്രിൻഷ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. മഴയൊക്കെ പെയ്തു. മഴ പെയ്താ? ശരി. ക്ലാസ്സിന് വരാറുണ്ടോ? കാണാറുണ്ടോ? അധികം റെക്കോർഡായിരിക്കും, ലൈവ് കുറവാണ്. ആ പഴയ ഉഷാറൊക്കെ പോയോ? പഠനം ഉഷാറായി പോകുന്നുണ്ടോ? നന്നായി പോണു. നന്നായി പോകുന്നുണ്ട് അല്ലേ? പഴയ കൂട്ടുകാരൊക്കെ കാണാറുണ്ടോ? എല്ലാരും ഉണ്ട് ടെലഗ്രാമില്. ആണോ? പഴയ ടീം ഫുൾ ഉണ്ട്. എല്ലാവരുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യണം. തവണ വിജയിക്കണം കേട്ടോ. ലിസ്റ്റ് വരണം. ഓക്കെ, നന്നായിട്ട് ആഞ്ഞു പിടിച്ചോ. യെസ്. അപ്പോൾ എനിക്ക് പ്രിൻസിനോട് ചോദിക്കാനുള്ള ചോദ്യേ, ഞാനിവിടെ മലയാളത്തിൽ 3 സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഇത് 3 ഒന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരോ? സൂര്യ നാളെ വരും. സൂര്യ വിൽ കം ടുമോറോ. യെസ്, സൂര്യ വിൽ കം ടുമോറോ. ഇതാണ് നമ്മൾ സാധാരണ ഫ്യൂച്ചർ പറയാറുള്ളത്, ഇങ്ങനെയാണ്, വില്ല് വെച്ചിട്ട്. എന്നാൽ സൂര്യ നാളെ വരുന്നു നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. സൂര്യ കംസ് ടുമോറോ. യെസ്, വെരി ഗുഡ്. സൂര്യ കംസ് ടുമോറോ അല്ലേ? അതേപോലെ സൂര്യ നാളെ വരികയാണ്. സൂര്യ ഈസ് കമ്മിങ് ടുമോറോ. യെസ്, സൂര്യ ഈസ് കമ്മിങ് ടുമോറോ. ഈ മൂന്നാമത് പറഞ്ഞ ടെൻസിന്റെ പേര് എന്താ? പ്രസന്റ് കണ്ടിന്യൂസ്. ഈ രണ്ടാമത്തെയോ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ്. ഒന്നാമത്തെയോ? ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. നമ്മളത് അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ പറഞ്ഞ ടെൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ പ്രിൻഷയ്ക്ക്? ഇല്ല, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരണം. സീമ ആൻഡ് സീത ഡാഷ് നൗ. സീമ ആൻഡ് സീത ആർ സ്ലീപ്പിംഗ് നൗ. ഏതാ? ആർ സ്ലീപ്പിംഗ് നൗ. ഡി.
ആ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ സിയും എയും ഒക്കെ കട്ടാക്കിയത്? പാസ്റ്റ് അല്ല, നൗ ആണ് കൊടുത്തിരിക്കുന്നത്. at that നൗ moment. കണ്ടപ്പോ ഒരു കാര്യം മനസ്സിലായി, സിമ്പിൾ അല്ല സോറി പ്രസന്റ് Present കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെ. continuous ആണ്. ആ. അതായത് നൗ എന്ന് പറഞ്ഞാൽ പറയണ സമയത്ത് നടക്കണ കാര്യം, ഇൻ പ്രോഗ്രസ് ഉള്ള കാര്യമായിരിക്കും. ഇൻ പ്രോഗ്രസ്സിലുള്ള കാര്യം പറയാൻ ഏത് ടെൻസ് ഉപയോഗിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ്. Continuous. പ്രസന്റ് കണ്ടിന്യൂസിൽ ഓക്സിലറി ആണ് ഈസ് ആമാറ് പ്ലസ് ഐ. Plus verb plus ing. അപ്പൊ അത് ഇവിടെ ഈസ് സ്ലീപ്പിംഗ് ഉണ്ടെങ്കിൽ അത് എഴുതോ? ഇല്ല, കാരണം ഇല്ല, രണ്ടുപേരിലുണ്ട് പ്ലൂറൽ. രണ്ടുപേരിലുണ്ട് പ്ലൂരലാണ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, Thank you, sir. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ വരണം കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് സൂര്യ എന്ന് പറഞ്ഞ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം. ബാക്കിയുള്ളവർ കമന്റ് ചെയ്തോളൂ. സൂര്യ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞ ഐ ക്യാൻ മീറ്റ് യു ടുമോറോ ആഫ്റ്റർനൂൺ ഐ ഡാഷ് നൗ. I am playing tennis now. എങ്ങനെയാണത് മനസ്സിലായത്? അത് നൗ ഉള്ളത്, കീവേഡ് നൗ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. ഗുഡ്. നൗ ഉള്ളത് കൊണ്ട് പ്രസന്റ് കണ്ടീഷൻസ് ആണ്, ഇൻ പ്രോഗ്രസ് ഉള്ള കാര്യമാണ്. അപ്പൊ പ്രസന്റ് കണ്ടീഷൻസിൽ ഏത് ഓക്സിലറി ഉപയോഗിക്കുക? ഈസ് ആം ആർ. ഈസ് ആം ആർ. ഇവിടെ സബ്ജക്റ്റ് ആരാ? ഐ. ഐ, അതുകൊണ്ട് ആം. ഓക്കെ, എന്നാ സൂര്യ തന്നെ പറയൂ അടുത്തതിന്റെ ഉത്തരം കൂടെ. വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഈസ് റെയിനിങ്. സോറി, എങ്ങനെയാ? ഇറ്റ് ഈസ് റെയിനിങ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി ശരിയായത്? അവിടെ നൗ ഉള്ളത് കൊണ്ട് നൗ ഉണ്ട്. അപ്പൊ ഇൻ പ്രോഗ്രസ് ഉള്ള കാര്യമാണ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് മനസ്സിലായി. അതെ. ഇനി എന്തുകൊണ്ടാണ് ഇതിലിപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ഇത് തന്നെ ഉള്ളൂ അല്ലെ. ഇറ്റ് ആയതുകൊണ്ട് സിംഗുലർ, ഇറ്റ് ഈസ് റെയിനിങ്. ഈ 3 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ടെൻസ് പഠിച്ചു എന്നർത്ഥം. ഇങ്ങനെയാണ് ഈ ടെൻസ് പരീക്ഷ ചോദിക്കുക, വേറെ രൂപത്തിലൊന്നും ചോദിക്കില്ല. അപ്പൊ രണ്ടാമത്തെ ടെൻസായ പ്രസന്റ് കണ്ടീഷൻസും പഠിച്ചു. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് സിമ്പിൾ പ്രസന്റും പഠിച്ചു, പ്രസന്റ് കണ്ടീഷൻസും പഠിച്ചു. പഠിച്ചില്ലേ? പഠിച്ചോ സൂര്യ? ഹലോ. സൂര്യ പഠിച്ചില്ലേ? സർ, നമ്മൾ ഈ ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 ടെൻസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും. അപ്പൊ അത് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ? ഒന്നേ വരുള്ളൂ. 3 എണ്ണത്തിൽ ഒന്നേ വരുള്ളൂ കേട്ടാ. 3 എണ്ണത്തിൽ, കാരണം 3ഉം ശരിയാ. അതെ അതെ. സിമ്പിൾ ഫ്യൂച്ചറും ശരിയാണ്, സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടീഷൻസും 3 ടെൻസ് ഉപയോഗിക്കാം എന്നതുകൊണ്ട് തന്നെ 3ഉം ശരിയായതുകൊണ്ട് ഒരെണ്ണേ വരുള്ളൂ. ഓക്കെ സർ. ഓക്കെ, നൗ അല്ലാതെ വേറെ വേർഡ് ഏതെങ്കിലും? നൗ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെറീന. നൗ അല്ലാതെ ഇപ്പോൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് വാക്കും ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, കറന്റ്ലി എന്ന് ഉപയോഗിക്കാം. അതെന്ത് ഉപയോഗിക്കാം, അത് ഇന്ന വാക്ക് എന്ന് പറയാൻ സാധിക്കില്ല, കുറേ വാക്കുകളുണ്ട്, ഏത് ഉപയോഗിക്കാം. പക്ഷെ 1% ചാൻസേ ഉള്ളൂ, നൗവേ 99% വരാറുള്ളൂ. ഇപ്പൊ ഈ സമയത്ത് എന്ന് സൂചിപ്പിക്കാൻ വരുന്ന ഏത് ടൈം ഇൻഡിക്കേറ്ററും അതിനകത്ത് വരും. അതുകൊണ്ടാണ് ഞാൻ ടൈം ഇൻഡിക്കേറ്റേഴ്സ് കടലാസിൽ ഒരു ലിസ്റ്റ് എഴുതിയിട്ട് ഇതാണ് ടൈം ഇൻഡിക്കേറ്റേഴ്സ്, ഇത് വന്നു കഴിഞ്ഞാൽ ഇതാണെന്ന് ഞാൻ പഠിപ്പിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ തന്ന ഒരു 10 വാക്കെന്ന് വെച്ചാൽ 5 എണ്ണം തന്നു, അത് പഠിച്ചു നോക്കും. അത് വന്നാൽ മാത്രം ഈ ടെൻസാന്ന് പറയും, ബാക്കി വേറെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വെറുതെ എന്തിനായി നിൽക്കേണ്ട ആവശ്യം? ഇപ്പൊ നടക്കണ കാര്യം, പറയണ സമയത്ത് നടക്കണ കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് വന്നാലും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ടൈം ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ എല്ലായ്പ്പോഴും തരാൻ പറ്റില്ല, മീനിങ് നോക്കി മനസ്സിലാക്കുക. പക്ഷെ നൗ എപ്പോഴും വരും, 99% നൗ ഉണ്ടാവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ വരാൻ നോക്കിയപ്പോൾ എല്ലാത്തിലും നൗ മാത്രമേ ഉള്ളൂ, അതേ ചോദിക്കാറുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ താങ്ക് യു സൂര്യ, താങ്ക്സ് എ ലോട്ട്. ഇപ്പൊ നമ്മൾ 2 ടെൻസ് പഠിച്ചു കഴിഞ്ഞു, 12 എണ്ണത്തിൽ 2 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വെറും 10 എണ്ണം മാത്രമേ ഉള്ളൂ. 2 എണ്ണം പഠിച്ചു, ഇനി വെറും 10 എണ്ണം മാത്രമേ ഉള്ളൂ. അത് ഞാൻ നാളെയാണ് ബാക്കിയൊക്കെ എടുക്കുകയുള്ളൂ.